അച്ഛമ്മേ, എന്താ വിളിച്ച? നീ ഇവിടെ വന്നിരുന്നേ. വാടാ, വന്നിരിക്കെ. വാ, ഇരിക്കങ്ങോട്ട്. നീ എന്തിനാ എപ്പോഴും ഈ മുറിക്കകത്ത് കയറി അടച്ചിരിക്കുന്നേ? ദേ, നീ ആ മൂത്തവൻ. അത് നീ മറന്നോ? എന്റെ അച്ഛമ്മേ, ഇല്ല. എടാ, നീ എന്ത് ചെയ്യണമെങ്കിലും നിന്റെ അമ്മ പറയണം. നീ നിന്റെ അമ്മ പറയുന്നതേ കേൾക്കൂ. ഇവള് നടക്കാൻ പറഞ്ഞാ നീ നടക്കും, ഇരിക്കാൻ പറഞ്ഞാ ഇരിക്കും, ഓടാൻ പറഞ്ഞാ നീ ഓടും. ബിസിനസ് ഒക്കെ ഒന്ന് പച്ച പിടിക്കട്ടെ എന്നിട്ട് മതി കുഞ്ഞെന്ന് ഇവള് പറഞ്ഞോ? അതുകൊണ്ടാണോ തൽക്കാലം കുഞ്ഞു വേണ്ടെന്ന് വെച്ചത്? അയ്യോ അമ്മേ, ഞാനൊന്നും പറഞ്ഞിട്ടില്ല. പിന്നെ എന്തുകൊണ്ടാടാ വൈകിപ്പിക്കുന്നേ? പ്രസവിച്ച പ്രായം തോന്നും, സൗന്ദര്യം പോകുന്നൊക്കെ ചില പെൺകുട്ടികൾ ഭയക്കും. അതുകൊണ്ട് അവര് കുഞ്ഞുണ്ടാകുന്നത് വൈകിപ്പിക്കും. ശ്രുതി അങ്ങനെ വല്ലതും പറഞ്ഞിട്ടാണോ വൈകുന്നേ? അച്ഛമ്മയോട് എല്ലാം തുറന്നു പറഞ്ഞാലോ? എന്താടാ ഒന്നും മിണ്ടാത്തെ? നീ അവളെ ഫോൺ വിളിച്ച് എനിക്കിതാ, ഞാൻ അവളോട് സംസാരിക്കാം. എടാ, നീ ഇതെങ്ങോട്ടേ പോകുന്നേ? പറയുന്ന കേക്ക്, അവളെ വിളിക്ക്. അമ്മേ, ഇവൻ വിളിച്ചാലേ അവള് ഫോൺ എടുക്കില്ല. ഞാൻ വിളിച്ചു തരാം. അതെന്താ, ഇവന് ശ്രുതിയും പിണക്കത്തിലാണോ? അതെ അമ്മേ, ബാംഗ്ലൂരില് അവളുടെ കൂടെ പോവാത്തതിന്റെ ഒരു പരിഭവം ഉണ്ട് അവൾക്ക്. ഞാൻ എന്തായാലും മേക്കപ്പ് ചെയ്യാൻ പോകുന്നുണ്ട്, നീ കൂടെ വാ, നമുക്ക് 2 ദിവസം കറങ്ങിയിട്ടൊക്കെ വരാന്ന് അവള് പറഞ്ഞതാ. അപ്പോ കടയിൽ ഞാൻ വേണം, സ്റ്റാഫിനെ ഏൽപ്പിച്ച് വരാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് ഇവനാ പോകാതിരുന്നേ. ഇവനോട് ഒന്നും മിണ്ടാതെ അവള് പോയത്. പിണക്കൊക്കെ ഞാൻ മാറ്റിക്കോളാം, നീ ഫോൺ വിളിക്ക്. അമ്മേ, അവൻ വിളിച്ച അവള് ഫോൺ എടുക്കില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ? നേരത്തെ വിളിച്ചപ്പോഴും അവള് ഫോൺ എടുത്തില്ല. ഞാൻ വിളിച്ച അമ്മയ്ക്ക് ഫോൺ തരാം. ശരി, നീ വിളിക്ക്. അയ്യോ, അവള് ഫോൺ എടുക്കുന്നില്ലല്ലോ. ഇപ്പൊ കല്യാണത്തിനൊക്കെ രാവും പകലും ആഘോഷമല്ലേ, ആ തിരക്കിലായിരിക്കും. എന്തായാലും എന്നെ തിരിച്ചു വിളിക്കും, അപ്പൊ ഞാൻ അമ്മയ്ക്ക് ഫോൺ തരാം. എന്താ രണ്ടുപേരും ഇങ്ങനെ നോക്കുന്നേ? അമ്മയും മോനുവേ എന്തെങ്കിലും കള്ളത്തരം ഒളിപ്പിക്കുന്നുണ്ടോ? രണ്ടുപേരുടെയും ഭാവം കണ്ടിട്ടേ എനിക്ക് അങ്ങനെയാ തോന്നുന്നേ. ഓ, ഒന്നും ഇല്ലമ്മേ. കുറെ കാലമായിട്ടേ ഞാൻ നിങ്ങളെ കാണുന്നു. ഞാനൊന്നേ ശ്രുതിയെ വിളിച്ചു നോക്കട്ടെ. അമ്മേ, വേണ്ടമ്മേ, വിളിക്കണ്ട. അവള് തിരക്കിലായിരിക്കും, ഇപ്പൊ വിളിച്ച് ശല്യപ്പെടുത്തണ്ട. ഞാൻ വിളിക്കുന്നതിന് നിനക്കെന്താ? നീ മിണ്ടാതിരിക്കെ. അച്ഛമ്മയാണല്ലോ. നീ എടുത്ത് സംസാരിക്ക്. വേണ്ട വേണ്ട, അവരെല്ലാം അറിഞ്ഞിട്ട് വിളിക്കുന്നതായിരിക്കും. ഇനി അച്ഛമ്മയുടെ വായിലിരിക്കുന്ന കൂടെ ഞാൻ കേൾക്കേണ്ടി വരുമല്ലോ. ആന്റി എന്നെ തല്ലിന്നേ ഉള്ളൂ, ഇവരെങ്ങാനും വരുന്നെങ്കിൽ എന്നെ കൊന്നേനെ. സംഭവം ഇവരുടെ നല്ല മനസ്സൊക്കെ തന്നെയാ, പക്ഷെ തെറ്റുണ്ടാ പൊറുക്കില്ല. അവള് ഫോൺ എടുക്കുന്നില്ലല്ലോ. ആ, ഞാൻ പറഞ്ഞില്ലേ, അവള് തിരക്കിലമ്മേ. എടാ സുധി, ഓരോ കാരണം പറഞ്ഞ് ഒഴിഞ്ഞു മാറരുത്, വൈകിപ്പിക്കണ്ട. പെട്ടെന്ന് തന്നെ നോക്കണം. ഒരു കുഞ്ഞു പറഞ്ഞാലേ നിങ്ങളുടെ ജീവിതം തന്നെ മാറും. എന്താടാ, നീ എന്തിനാ കരയുന്നേ?
ഒന്നുമില്ല അച്ഛമ്മേ. ചന്ദ്രേ, ബാംഗ്ലൂരിൽ കൂടെ പോകാത്തത് തന്നെയാണോ പ്രശ്നം? സുധിയെ കാണുമ്പോ വേറെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉള്ളതുപോലെ. ഏയ് ഒന്നുമില്ലമ്മേ. പലതും നിങ്ങൾ അമ്മയും മോനും മറ്റുള്ളവരിൽ നിന്ന് മൂടി വെക്കാറുണ്ട്. എന്നെങ്കിലും ഞാനത് കണ്ടുപിടിക്കും. എന്നോട് കള്ളം പറയുകയാണെങ്കിൽ പിന്നെ നീ അതിന് അനുഭവിക്കേണ്ടി വരും. വർഷേ, നീ എന്താ ഇവിടെ നിൽക്കുന്നേ? എന്തിനാ എന്റെ പുറകെ ഇങ്ങനെ നടക്കുന്നേ? വർഷേ, നീ ഞാൻ പറയുന്നൊന്ന് കേക്ക്. ദേ ഈ പാല് കുടിച്ചേ. എനിക്ക് പാലൊന്നും വേണ്ട. ദേ ഞാൻ അച്ഛമ്മ അടുത്ത് പറയുവേ, കുടിക്കേ. മോനെ വാ. മിടുക്കി, നീ നല്ല കുട്ടിയായിരിക്കണം. മോളെ രേവതി, ആ അച്ഛമ്മേ ഞാൻ ഇറങ്ങുക. കുറച്ചു ദിവസം കഴിഞ്ഞിട്ട് പോയാ പോരെ? ഇല്ല, വയലിലെ പണി നടക്കുക, പോണം. മോളെ വർഷേ, ഞാൻ പോട്ടെ. പിന്നെ ശ്രദ്ധിക്കണം കേട്ടോ. അച്ഛമ്മ പറഞ്ഞൊന്നും മറന്നിട്ടില്ലല്ലോ. ഞാൻ ഇറങ്ങുമ്പോ അവളുടെ മുഖത്തെ സന്തോഷം കണ്ടില്ലേ? നീ അധികം സന്തോഷിക്കണ്ട. ഞാനേ അടുത്തു തന്നെ ഇങ്ങോട്ട് വരുന്നുണ്ട്. എടാ സുധി, ശ്രുതി എപ്പോ വരുമെന്നാ പറഞ്ഞേ? അച്ഛമ്മേ, നാളെ വരും. അതെ, നാളെ വരും. എടാ രവി, അവള് വന്നാലേ എന്നെ ഒന്ന് വിളിക്കണം കേട്ടോ. എടാ രവി, ഞാൻ ഇറങ്ങട്ടെ മോനെ. ശരി അമ്മേ. അച്ഛൻ ഞാൻ കൊണ്ടാക്കിട്ട് വരാം. വാച്ചമ്മേ കേറ്. അമ്മയ്ക്ക് മുന്നിൽ നീ നന്നായിട്ട് അഭിനയിച്ചു. ഞങ്ങളെ കൊണ്ട് എല്ലാവരോടും നന്നായിട്ട് അഭിനയിപ്പിക്കുകയും ചെയ്തു. പക്ഷേ അമ്മയെ പറ്റിച്ചു എന്ന് നീ കരുതണ്ട. എന്തോ ഒരു സംശയം അമ്മയുടെ മനസ്സിലുണ്ട്. നാളെ അമ്മയ്ക്ക് മുന്നിൽ നീ നാടകം കളിച്ചാണെന്ന് അമ്മ അറിയും. അപ്പോ അമ്മ എങ്ങനെ പ്രതികരിക്കുമെന്ന് നിനക്ക് ഊഹിക്കാലോ. എനിക്കത്രേ പറയാനുള്ളൂ. അമ്മ എന്താ ഇങ്ങനെ? തീരെ മനസാക്ഷിയില്ല അമ്മയ്ക്ക്. എന്റെ കുഞ്ഞാ ശ്രുതിയുടെ വയറ്റിൽ വളരുന്നത്. അവളെ കൂട്ടിക്കൊണ്ട് വന്നേ പറ്റൂ. വർഷേക്കാളും മുന്നേ ശ്രുതി പ്രഗ്നന്റ് ആയിരുന്നു എന്നല്ലേ പറഞ്ഞത്? കുഞ്ഞ് പിറന്ന അച്ഛമ്മയുടെ സ്വത്ത് മുഴുവൻ ഞങ്ങൾക്ക് കിട്ടും. എന്റെ നല്ല കാലം വരാൻ പോവുക. എങ്ങനെയെങ്കിലും അത് അമ്മയെ പറഞ്ഞ് മനസ്സിലാക്കണം. അമ്മയുടെ സമ്മതത്തോടെ തന്നെ ശ്രുതിയെ ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവരണം. എന്റെ ഭാമേ,
ഇപ്പോഴൊരു സമാധാനായത്. കുറച്ചു മുമ്പേ അമ്മ ഇറങ്ങിയതേ ഉള്ളൂ. എത്ര നാളെന്ന് വെച്ചിട്ടാ ഒരു മനുഷ്യൻ കടിച്ചു പിടിച്ച് നിൽക്കുന്നേ? എന്ത് പറയാനാ? അമ്മേ ഭാമേ, ഞാൻ പിന്നെ വിളിക്കാട്ടോ. എന്താടാ? അമ്മേ, അച്ചമ്മയ്ക്ക് ചെറിയൊരു സംശയമുണ്ട്. നാളെ അച്ചമ്മ ഇത് അറിഞ്ഞ് പ്രശ്നം ഉണ്ടാക്കുന്നതിന് മുന്നേ ശ്രുതിയെ നമ്മൾ കൂട്ടിക്കൊണ്ട് വരുന്നതല്ലേ നല്ലത്? അമ്മേ, അല്ലെങ്കിൽ കുറ്റം മുഴുവൻ അമ്മയുടെ തലയിലായിരിക്കും. എന്തിനാ വെറുതെ? ഞാൻ ഒരിക്കലും ശ്രുതിയെ ന്യായീകരിക്കുന്നതല്ല. അവള് ചെയ്തത് തെറ്റ് തന്നെയാ. അതിനുള്ള ശിക്ഷ അവൾക്ക് കൊടുത്തും കഴിഞ്ഞു എന്ന് കരുതി എത്ര നാളെന്ന് വെച്ചാ അമ്മ ഇങ്ങനെ? നാട്ടുകാരും വീട്ടുകാരും എല്ലാവരും അമ്മ ഇപ്പൊ തന്നെ കുറ്റപ്പെടുത്താൻ തുടങ്ങി. ശ്രുതി പോയതിനു ശേഷം എന്റെ ബിസിനസ് ആകെ താളം തെറ്റി. എല്ലാം കൊണ്ടും എനിക്ക് കഷ്ടകാലമാണ് അമ്മ ഇപ്പോ. ഡീലേഴ്സിനൊന്നും പറഞ്ഞ സമയത്ത് കാശ് കൊടുക്കാൻ പറ്റുന്നില്ല. എത്ര നാളെന്ന് വെച്ച് ഞാൻ ഇങ്ങനെ പോവാനാ? എന്തൊക്കെ പറഞ്ഞാലും ശ്രുതി കൂടെ ഉണ്ടായിരുന്നപ്പോ എന്തിനും ഒരു ധൈര്യം തന്നെയായിരുന്നു. പിന്നെ നല്ല ബിസിനസ്സും ഉണ്ടായിരുന്നു. സത്യത്തില് ശ്രുതിയാണ് ആദ്യം പ്രഗ്നന്റ് ആയത്. അപ്പോ അച്ചമ്മയുടെ സ്വത്തുവകളൊക്കെ ഞങ്ങൾക്കല്ലേ കിട്ടേണ്ടത്? അമ്മേ, ആ സ്വത്ത് വിറ്റാ തന്നെ വലിയൊരു തുക കിട്ടും. അതോടെ ഞാൻ രക്ഷപ്പെടും അമ്മേ. ഞാൻ രക്ഷപ്പെട്ട് കാണാൻ എന്റെ അമ്മയെ പോലെ ആഗ്രഹിച്ച വേറൊരാളില്ല. ശ്രുതിയെ കൂട്ടിക്കൊണ്ട് വന്നില്ലെങ്കിൽ ശ്രുതി പ്രസവിച്ചാലും ആ സ്വത്തുവകളൊന്നും എനിക്ക് കിട്ടാതാവും അമ്മേ. അമ്മേ, മാത്രമല്ല ഈ സമയത്ത് ശ്രുതി സന്തോഷവതിയായിരിക്കണ്ടേ? ഇങ്ങനെയുള്ള മാനസിക സംഘർഷങ്ങളൊന്നും ഉണ്ടാവരുത്. ഞാൻ കൂടെ തന്നെ വേണം. ഞാൻ ഇവിടെയും അവൾ അവിടെയായ എങ്ങനെ ശരിയാവും അമ്മേ ഈ സമയത്ത്? പ്ലീസ് അമ്മേ, എനിക്ക് വേണ്ടി അമ്മ അവളോടൊന്ന് ക്ഷമിക്കണം. അമ്മേ, എന്നാ പിന്നെ ഞാൻ ചെന്നോട്ടെ അവളെ കൂട്ടിക്കൊണ്ടുവരാൻ. ശരി, നിന്റെ ആഗ്രഹം പോലെ നടക്കട്ടെ. ആണോ? താങ്ക്സ് അമ്മേ, അതേതായാലും നന്നായി. നീ ഏതായാലും തനിച്ചു പോകണ്ട, ഞാനും കൂടി വരാം. ഓ, അത് അതിലും നന്നായി. എന്നാ പിന്നെ ഞാൻ പോയി സമയം കളയാതെ ഡ്രസ്സൊക്കെ മാറിയിട്ട് വരാം. ഒന്ന് നിന്നേ. എന്താ അമ്മേ? അമ്മേ, അമ്മ എന്തിനാ എന്നെ തല്ലിയത്? നല്ല തല്ലിന്റെ കുറവുണ്ട് നിനക്ക്. നിനക്കെന്താടാ പറഞ്ഞ മനസ്സിലാവില്ലേ? ഈ ജന്മം അവളെ ഇവിടെ കയറ്റില്ലെന്ന് ഞാൻ പറഞ്ഞല്ലേ? അമ്മേ, ശ്രുതി ഇപ്പൊ പ്രഗ്നന്റ് അല്ലേ അമ്മേ? അതെന്താ അമ്മ മനസ്സിലാക്കാത്തത്? എടാ, ഞാൻ പറഞ്ഞില്ല, അവള് കള്ളം പറയുന്നതാ. പ്രഗ്നന്റ് ആണെന്ന് പറഞ്ഞാ ഇവിടെയുള്ള മണ്ടന്മാരുടെ മനസ്സലിയും. അതവൾക്കറിയാം. അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരാൻ വേണ്ടിയുള്ള ഒരു സൂത്രം. അവളെ അന്ധമായി വിശ്വസിച്ചിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു, ഇനിയില്ലാത്. അമ്മേ, അവള് കള്ളം പറഞ്ഞതല്ല, സത്യം അമ്മേ. ഇങ്ങനെ ഉറപ്പിച്ച് പറയാൻ റിപ്പോർട്ടൊന്നും നിന്നെ കാണിച്ചിട്ടില്ലല്ലോ? കാണിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. അമ്മേ, ഒരു കള്ളം പറഞ്ഞതിനുള്ള ശിക്ഷയാ അവളിപ്പോ അനുഭവിക്കുന്നത്. വീണ്ടും അങ്ങനെ പറയാൻ അവള് ധൈര്യപ്പെടില്ല. പിന്നെ ഞാനും അതിനെക്കുറിച്ച് ആലോചിച്ചു. അതിനുള്ള സാധ്യത മുന്നേ കണ്ടിരുന്നു. അതുകൊണ്ടാ അവള് പറഞ്ഞത് സത്യമാണെന്ന് ഞാൻ വിശ്വസിച്ചത്. നീ എങ്ങനെ വിശ്വസിച്ചോ? നീ വിശ്വസിച്ചോടാ, പക്ഷേ ഞാൻ വിശ്വസിക്കില്ല. എന്റെ തീരുമാനത്തിന് ഒരു മാറ്റവും ഇല്ല. അവളെ ഈ വീട്ടിൽ കയറ്റില്ല എന്ന് പറഞ്ഞാ കയറ്റില്ല. ഇനി നിന്റെ കൂടെ അവൾ ഉണ്ടാവില്ല. ഞാനത് പറഞ്ഞു കഴിഞ്ഞു. എന്റെ വാക്ക് ധിക്കരിച്ച് നീ അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നാ പിന്നെ നിനക്ക് അമ്മയില്ല. ദേ, നിന്റെ അച്ഛനോട് പറഞ്ഞതേ എനിക്ക് നിന്നോട് പറയാനുള്ളൂ. അവളെ കൂട്ടിക്കൊണ്ട് വന്നാ ഞാൻ ഇവിടുന്ന് ഇറങ്ങിയിരിക്കും. പിന്നെ നീ എന്നെ ജന്മത്ത് കാണില്ല.
ദേവുനെ കാണുന്നില്ലല്ലോ. കുറെ സമയമായില്ലേ നമ്മൾ വന്നിട്ട്. ഇനി ഇന്ന് അവള് ലീവായിരിക്കോ? ഞാൻ ഇവിടുത്തെ ഒരു സ്റ്റാഫിനോട് ചോദിച്ചിരുന്നു. അവള് ലീവൊന്നുമല്ല, ഇവിടെ ഉണ്ട്. അവൾ അക്കൗണ്ടന്റ് അല്ലേ, വല്ല വർക്കിലും ആയിരിക്കും. നമുക്ക് പോയാലോ? നീ ഒന്ന് ക്ഷമിക്കണ്ട മീരെ. നമ്മൾ എന്തുദ്ദേശത്തിലാണോ ഇവിടേക്ക് വന്നത് അത് നടത്തിയിട്ടേ പോവും. ഞങ്ങൾ തമ്മിൽ വലിയ അടുപ്പമൊന്നുമില്ല. അന്നത്തെ പ്രശ്നത്തിന് ശേഷം അങ്ങനെ മിണ്ടാറൊന്നുമില്ല. കാര്യങ്ങളൊക്കെ നീ അങ്ങ് പറഞ്ഞാ മതി. ശ്രുതി, നീ അതൊക്കെ മറന്നു എന്ന രീതിയിൽ സന്തോഷത്തോടെ വേണം സംസാരിക്കാൻ. അവൾക്ക് സംശയമൊന്നും തോന്നരുത്. അതെ ശ്രുതി, ദേ ദേവു. ദേവു, ഹായ് ദേവു. വാ ശ്രുതി. ഹായ്. ദേവു ഇവിടെയാണെന്നുള്ള കാര്യം ഞാൻ മറന്നുപോയി. ഇപ്പൊ കണ്ടപ്പോഴാ ഓർത്തെ. ശ്രുതി, ദേവുവിനോട് പറഞ്ഞിരുന്നെങ്കിലേ നമുക്ക് ടോക്കൺ എടുക്കാതെ നേരത്തെ ഡോക്ടറെ കണ്ടു പോവായിരുന്നു, അല്ലേ ദേവു? എന്തു പറ്റി? എന്താ അസുഖം? അസുഖമൊന്നുമില്ല, ഒരു ചെറിയ വിശേഷമുണ്ട്. അതാ ഡോക്ടറെ കാണാൻ വേണ്ടി വന്ന. കൺഗ്രാറ്റുലേഷൻസ്. അതെ, അവക്കല്ല, എനിക്കാ വിശേഷം. ഞാൻ പ്രഗ്നന്റാ. എന്റെ ദേവു, എന്റെ കല്യാണം കഴിഞ്ഞിട്ടില്ലല്ലോ. കഴിഞ്ഞുന്നാ ഞാൻ കരുതിയത്. എല്ലാം നമ്മൾ അറിയണമെന്നില്ലല്ലോ. ഗൈനക്കോളജിസ്റ്റ് ലക്ഷ്മിപ്രിയ മാഡത്തിനെ കാണിച്ചത്. നല്ല ഡോക്ടറാണല്ലോ അല്ലേ? അതെ, നല്ല ഡോക്ടർ. ശരിയെന്നാ. നിന്നെ അവള് മൈൻഡ് ചെയ്യുന്നത് പോലും ഇല്ലല്ലോ. അവളുടെ ഒരു ജാട. ഗൈനക്കോളജിസ്റ്റിന്റെ പേര് പറഞ്ഞത് കുഴപ്പമായോ? അവളെങ്ങാനും ചെന്ന് അന്വേഷിക്കോ? അതിന് അവക്ക് സംശയം തോന്നിയിട്ട് വേണ്ടേ? അവളുടെ ഭാവം നീ കണ്ടില്ലേ? നമ്മൾ പറഞ്ഞൊക്കെ അവള് വിശ്വസിച്ചു. മാത്രമല്ല, അന്ന് വാണിംഗ് കൊടുത്തോണ്ടേ അവൾ ഇനി എന്റെ കാര്യത്തിൽ ഇടപെടില്ല. നീ കണ്ടോ, ഇപ്പൊ നമ്മളെ ഇവിടെ കണ്ട കാര്യം അവൾ അവളുടെ ചേച്ചിയെ വിളിച്ച് ഇപ്പൊ തന്നെ പറയും. എന്തുണ്ടെങ്കിലും അവര് പരസ്പരം സംസാരിക്കും, പ്രത്യേകിച്ചും എന്റെ കാര്യം. നീ വാ. എന്താണ് ഓടിച്ചാടി നടന്ന് ജോലി ചെയ്യുന്ന ആളാണല്ലോ. എപ്പോഴും ഭയങ്കര ഉഷാറായിരിക്കുമല്ലോ. ഇപ്പൊ എന്ത് പറ്റി? ഒന്നുമില്ല സച്ചേട്ടാ. എന്തു പറ്റി? എന്തോ ഉണ്ടല്ലോ. എന്താ ഒരു മൂടോട്ട്? എന്തോ ഒരു വിഷമം പോലെ. പറ, എന്നോടല്ലേ? ശ്രുതിയും വർഷയും അമ്മയാവാൻ പോവാ. പക്ഷെ എന്റെ ആഗ്രഹം മാത്രം നടക്കുന്നില്ല. അത് ശരി. അപ്പൊ അതായിരുന്നു കാരണം. വാ, നീ ഇങ്ങനെ വിഷമിക്കാതെ. നിന്റെ ആഗ്രഹങ്ങള് ഒക്കെ നടക്കും. അല്ല, അവൾക്ക് മുന്നേ ഈ വീട്ടിൽ കയറി വന്നവളല്ല ഞാൻ. എന്നിട്ടും നമ്മൾ മാത്രം വിചാരിച്ച പോരാ, ദൈവം കൂടി വിചാരിക്കണമെന്ന് നീ പറയാറുണ്ടല്ലോ. ദൈവം കൂടി വിചാരിക്കട്ടെ. സച്ചേട്ടാ, നമുക്കൊരു ഡോക്ടറെ കണ്ടാലോ? ഇപ്പൊ കാണണോ ഡോക്ടറെ? നമുക്ക് കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് നോക്കാം.
ഒക്കെ സച്ചേന്റെ ഇഷ്ടം. അതല്ല, നീ പറഞ്ഞല്ലോ ശ്രുതിയും വർഷയും അമ്മയാവും പോകണമെന്ന്. ഇതിൽ പാർലേട്ടത്തിയുടെ കാര്യത്തിൽ എനിക്ക് ചെറിയൊരു സംശയമുണ്ട്. അവൾ കള്ളം പറഞ്ഞാവാനാ സാധ്യത. ഏയ്, അത് സത്യം തന്നെ സച്ചേട്ടാ. ഭാമാൻറ്റി വന്ന് പറഞ്ഞല്ലേ. ഭാമാന്റിയെ അവള് പറഞ്ഞ് വിശ്വസിപ്പിച്ചതാവാം. ഏയ്, എനിക്കങ്ങനെ തോന്നുന്നില്ല. ആ, അത് പിന്നെ അങ്ങനെയാണല്ലോ, നിനക്കൊന്നും തോന്നൂല. ദേ എന്റെ ഫോൺ. ആ, ദേവുവാണല്ലോ വിളിക്കുന്നത്. എടുക്ക്. ദേവു പറയ. ചേച്ചി, ഞാനേ ഒരു കാര്യം ചോദിക്കാനാ വിളിച്ചത്. ശ്രുതി ചേച്ചി പ്രഗ്നന്റ് അല്ലേ? അതെ, ഇതിപ്പോ നിന്നോടാരാ പറഞ്ഞേ? ശ്രുതി ചേച്ചി തന്നെയാ. ദേ ഇപ്പൊ ഹോസ്പിറ്റലിൽ ഗൈനക്കോളജിസ്റ്റിനെ കാണാൻ വന്നിരുന്നു. നീ ധൈര്യത്തോടെ ഒരു തീരുമാനം എടുക്ക, അല്ലാതെ വേറൊന്നും എനിക്ക് പറയാനില്ല. ഇവൻ ധൈര്യത്തോടെ ഒരു തീരുമാനം എടുക്കട്ടെ. ഞാനിവിടെ നിന്ന് ഇറങ്ങിക്കോളാം. ആ കള്ളി പറഞ്ഞത് അതേപടി വിശ്വസിച്ചിരിക്കുക. അമ്മ, ശ്രുതി പറഞ്ഞ സത്യ. അവള് പ്രഗ്നന്റാ. ഇപ്പൊ എന്നെ ദേവു വിളിച്ചിരുന്നു. എനിക്കിപ്പോ നിന്നെ കാണാൻ തോന്നുക ശ്രുതി. വാസുതി, എനിക്കാണെങ്കിൽ ശ്രുതിയെ കാണാൻ കൊതിയാവുക. ഞാൻ എന്റെ കുഞ്ഞിനെ സ്വപ്നം കണ്ടമ്മേ. അമ്മ എന്നോട് പോകണ്ടെന്ന് മാത്രം പറയരുത്. എന്തിനാടാ കണ്ടിട്ട് വരുന്നത്? നമുക്ക് ശ്രുതിയെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവരാം.